ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷോപ്സി ഹോളാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഷോപ്സിന്ന് എന്തെങ്കിലും വാങ്ങണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കണതാണ്. കാരണം നേരത്തെ എനിക്കൊരു രണ്ടൊന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഷോപ്സിയിലെ ഡ്രസ്സുകളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അന്ന് ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ലായിരുന്നു, പക്ഷെ ഞാൻ അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഷോപ്സിയുടെ ഒരു ഹോൾ ചെയ്യുവാണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രത്തോളം അഫോർഡബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉള്ളൂ കേട്ടോ. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കുർത്ത സെറ്റാണ് ഇത്, ടോപ്പും ബോട്ടവും വരുന്നത്. ഇത് ഞാൻ ആക്ച്വലി വാങ്ങിയത്, ഇത് ഒരുപാട് പേര് വാങ്ങി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇതുപോലത്തെ ഫ്ലോറൽ പ്രിന്റ് ടോപ്പും ബോട്ടവും ഒരുപോലെ വരുന്ന ഒരു കുർത്ത, അതിൻ്റെ ബോട്ടമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇതുണ്ടല്ലോ നെക്ക്, ഇത് സ്ലീവ്ലെസ് ആണ്. സ്ലീവ് അതായത് നെക്കും സെപ്പറേറ്റ് ഇല്ല. ഇത് എങ്ങനെയാണ് കാണിച്ചു തരും. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ നെക്കും അതുപോലെ തന്നെ സ്ലീവും വന്നേക്കണത്. സ്ലീവും നെക്കും കൂടെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ നെക്കിൽ നിന്ന് തന്നെയാണ് സ്ലീവ് വരുന്നതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ സ്ലീവ്ലെസ് ആയിട്ട് ഉള്ളൊരു ഇത്, അതായത് റൗണ്ട് നെക്ക് വന്നിട്ട് അവിടെ നിന്ന് തന്നെ നെക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെയാണ്, വേറെ സ്ലീവ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ഇതിൽ. പിന്നെ ബാക്കിലാണെങ്കിൽ ഇതുപോലെ ഒരു ഹുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിടക്കും കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ടക്ക് ചെയ്താൽ മതി. പിന്നെ ഞാൻ വാങ്ങിയ സൈസ് വന്നിട്ട് സ്മോൾ ആണ്. ഇതിൻ്റെ ഒത്തിരി സൈസുകൾ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് ഒരു റയോൺ, കറക്റ്റ് കോട്ടൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റയോൺ ഫാബ്രിക്കാണ് ഇതിൽ വന്നേക്കണേ. രണ്ടിടത്തും നമുക്ക് പോക്കറ്റ് ഉണ്ട് കേട്ടോ, രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്ലിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം ഫ്ലെയർഡെന്നേ പറയാൻ പറ്റുള്ളൂ, ഒരുപാടില്ല. ഇങ്ങനെ ഏലയും കട്ടായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സ്മോൾ സൈസാണ് ഞാൻ വാങ്ങിയേക്കണത്. പിന്നെ ഇതിൽ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, എങ്കിലും അത്ര സീത്രൂ അല്ല. പിന്നെ നമ്മൾ ഇന്നർ ഇടുമ്പോഴത്തേനെ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ലീവ് ഞാൻ പറഞ്ഞ പോലെ, നെക്ക് ഇതുപോലെ ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ സ്ലീവ് വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഷോൾഡർ ഇത്രത്തോളം ഇങ്ങനെ കയറി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതായത് സ്ലീവ് സാധാരണ നമ്മൾ ഇവിടെ വരെ ഇതിന് വിഡ്ത്ത് ഉണ്ടാകും. ഇതിൻ്റെ പക്ഷെ ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നർ ഇടുമ്പോഴത്തേന് അകത്ത് ഇടുന്നത് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. ഓക്കെ, ഒന്നല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഇടുക, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഇന്നർ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലെങ്തും ഉള്ള ഒരു കുർത്തയാണ്. ഇനി ഇതിൻ്റെ പാൻസ് വന്നിട്ട്, പാൻറ്റിൻ്റെ സ്ട്രെയിറ്റ് ഒരു ബോട്ടമാണ് കേട്ടോ ഇത് വന്നേക്കണത്. പിന്നെ ഇത് ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് ആണ്. സെയിം ഫാബ്രിക് സെയിം പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. മൊത്തം ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ഈ പിങ്കും ഗ്രീനും വരുന്ന ഈ ഒരു കളർ മാത്രം. പിന്നെ ഇതിൻ്റെ ഈ പാൻസിൻ്റെ അടിയിൽ ഇതുപോലെ ലേസ് വരുന്നുണ്ട്. അത് നല്ല ലേസാണ് കേട്ടോ, നല്ല കട്ടിയുള്ള ലേസാണ്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. പിന്നെ ഇതിൽ പോക്കറ്റുകളൊന്നും വരുന്നില്ല, കാരണം നമുക്ക് ടോപ്പിലാണെങ്കിലും സ്ലിറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോട്ടത്തിൽ പോക്കറ്റ്സ് വരുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് ഈവൻ കാഷ്വൽ വെയർ ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റും. കാരണം ക്വാളിറ്റി ആണെങ്കിൽ വലിയ മോശമൊന്നും പറയാനില്ല കേട്ടോ, നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 ആണ് കേട്ടോ. 500 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നതല്ല. പിന്നെ ഇതിൽ ദുപ്പട്ട സെറ്റ് നാളെ പറയുന്നെങ്കിലും ദുപ്പട്ട ഇല്ല കേട്ടോ, ടോപ്പും ബോട്ടവും മാത്രമാണ് ഉള്ളത്. പിന്നെ സൈസ് ആണെങ്കിൽ സ്മോൾ തൊട്ട് XXL വരെ നമുക്ക് സൈസും അവൈലബിൾ ആണ്. സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കുർത്തയാണ് കേട്ടോ എടുത്തത്. ഇത് തീരെ റേറ്റ് കുറഞ്ഞ ഒരു കുർത്തയാണ്, പക്ഷേ ഇത് കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. റേറ്റ് കുറവാണെങ്കിലും ഇതിൻ്റെ ഈ ഒരു ലേസ് വർക്കൊക്കെ നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലേസ് വർക്കാണ് ഈ നെക്കിൻ്റെ ഭാഗത്ത്. ഇത് കണ്ടോ, നെക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ. ഈ ഒരു ഇത് കണ്ടോ, ഇതുപോലെ, അതായത് കോട്ടൺ കുർത്തിയാണ് ഇത് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫാബ്രിക്കും ലേസും നെക്കും എല്ലാം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് പിന്നെ ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്നിട്ട് സ്മോൾ സൈസാണ്. സ്മോള് 36 എന്നാണ് കേട്ടോ ഇതിൽ കാണിച്ചേക്കുന്നത്. ഈ ഒരു ഫുൾ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രിൻ്റാണ്. ഇതൊരു ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിൻ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് സാധാ സ്ലീവ് 3/4 സ്ലീവ് വന്നിട്ട് ഇതിൻ്റെ എഡ്ജിലും ലേസാണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ലൊരു
എന്താ പറയുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണിത്. ഇത് കോട്ടൺ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ സ്ലിറ്റ് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ആക്ച്വലി പലാസോ അല്ലെങ്കിൽ നമുക്ക് ജീൻസ് ഉണ്ടല്ലോ, ജീൻസിൻ്റെ കൂടെ ഇട്ടാലും നല്ലതാണ്. എനിക്ക് ഇഷ്ടം പലാസോ. ലെഗിൻസ് ഞാൻ പൊതുവേ കുറവാണ്. എനിക്ക് കുർത്തേൻ്റെ കൂടെ ലെഗിൻസ് ഇടാനോട് വലിയ താല്പര്യമില്ല. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ പലാസോ അല്ലെങ്കിൽ ജീൻസ് ഉണ്ടല്ലോ, ജീൻസിൻ്റെ കൂടെയാണ് പെയർ ചെയ്യാറ്. അതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ ഇതിൻ്റെ സീത്രൂ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ അടിയിൽ സ്ലിപ്പൊന്നും ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നല്ല സുഖമാണ്. നമുക്കിപ്പോൾ ഒരു സമ്മർ വെയർ ഒക്കെ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കുർത്തിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 250 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ആണെങ്കിലും സ്മോൾ തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. ഇതിൻ്റെ 298 ആണ്. അത് 298 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത് കേട്ടോ. സോറി, ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടി 317 രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ള. 3-4 പ്രിൻ്റ് ഇതുപോലത്തെ തന്നെ 3-4 എണ്ണം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം ഈ 200 അല്ലെങ്കിൽ 300 രൂപയ്ക്കാണ് ഈ ഒരു കുർത്ത കിട്ടുന്നത്. അത് സോ ഗുഡാണ്, നല്ല റേറ്റാണ് കേട്ടോ ഇത്. ഇനി അടുത്തത്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ മീഷോ ഹോളിൽ ഞാൻ ഇട്ടേക്കുന്ന അതേ ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം ഒത്തിരി അല്ല, 2-3 തവണ ഇട്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല വൈബ്രൻ്റ് കളറാണ് കേട്ടോ. എല്ലാം പിങ്കും പീച്ചും യെല്ലോയും എല്ലാ കളറും ഗ്രീനൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ്. ഇതിൻ്റെ തന്നെ ഒരു സ്കേർട്ട് ഞാൻ പണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ തന്നെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി നെക്കാണ് വരുന്നത്. ബാക്കും ഫ്രണ്ടും വി നെക്കാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വി നെക്ക് വന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഡീപ്പായിട്ടുള്ള നെക്കുകളൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്കിഷ്ടമില്ല. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ സ്ലീവൊക്കെ പോലെ ഭയങ്കര നല്ല വിടർന്നിരിക്കുന്ന പോലത്തെ സ്ലീവാണ്. ഇവിടെ വരെ ഇതിന് ലെങ്തും ഉണ്ട് കേട്ടോ. സ്ലീവിന് നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവുമാണ്. പിന്നെ ഇതിൽ ഈ നമ്മുടെ വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇത്രയും വിത്തിൽ നമുക്ക് എലാസ്റ്റിക് ആണ് വരുന്നത്. ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ടൈറ്റായിട്ടൊന്നും കിടക്കുന്നില്ല. കറക്റ്റ് ഇതായിട്ട് നമുക്ക് വേറെ ഒരു സുഖക്കുറവൊന്നും തോന്നത്തൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നും തോന്നാത്ത രീതിയിലാണ് ഇലാസ്റ്റിക് വന്നത്. പിന്നെ ഞാൻ വാങ്ങിയാണ് സൈസ് സ്മോൾ ആണ്. എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ സ്മോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, XXL വരെ അവൈലബിളും ആണ്. പിന്നെ അത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സുമാണ്. ഇങ്ങനെ ഒരു വലിയൊരു പീസ് വന്നിട്ട് അടിയിൽ ഇതുപോലെ ഒരു പീസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്തിയാണ്. അതുകൊണ്ട് നല്ല ഫ്ലെയർഡും ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത്. നല്ല സുഖമാണ് കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പോളിസ്റ്റർ ആണ് ഇതിൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ കഴുകുന്നത് കൊണ്ട് വേറെ കളർ ഫെയ്ഡ് ആവുമെന്നോ ചുരുങ്ങുമെന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട. നമ്മളത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണോ വാങ്ങിയത് അതുപോലെ തന്നെ കിട്ടുന്ന അങ്ങനത്തെ ഒരു ഫാബ്രിക്കും അതുപോലത്തെ ഒരു ഡ്രസ്സുമാണ് ഇത്. ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇടാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം അതുപോലത്തെ ഒരു കളറാണല്ലോ, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണല്ലോ. സോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലല്ലേ. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 300 എത്രയോ ആണ് ഉള്ളത്. ഓക്കെ, 349 ആണ്. 349 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോഴത്തെ അതിൻ്റെ റേറ്റ് വന്നിട്ട് 389 ആണ് കേട്ടോ. 389 രൂപയാണ് ഈ ഇപ്പോഴത്തെ റേറ്റ്. ആ ഒരു റേറ്റിലും ഇത് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ട വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സല്ല, ഇതൊരു സ്കേർട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എനിക്ക് സ്കേർട്ട് ഭയങ്കര ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് സ്കേർട്ട് ഇടാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാനിപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ കൂടുതൽ സ്കേർട്ട് ഇടും. ഇപ്പം ഞാനിപ്പോൾ ഇട്ടേക്കണത് പോലും ഒരു സ്കേർട്ടാണ് കേട്ടോ. സോ ഇത് ഞാൻ ഒരു പർപ്പിൾ ഷെയ്ഡിൽ വാങ്ങിയേക്കണ ഒരു സ്കേർട്ട്. ഇത് പ്യുവർ കോട്ടൺ ആണ് അവർ എഴുതിയേക്കണമെങ്കിൽ അങ്ങനെയല്ല. ഇതിങ്ങനെ ഷിഫോൺ പോലെ നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് വന്നേക്കണത്. ഇതിലൊരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ചെറിയ സിൽവർ ഷെയ്ഡും കൂടെ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഞാൻ ശരിക്കും നന്നായിട്ട് ഫാബ്രിക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട്. പിന്നെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സ്കേർട്ടാണ്. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണിച്ചു തരാം. ഒന്ന്, നല്ലൊരു സിപ്പ്, നല്ല നീറ്റായിട്ട് തയ്ച്ചിട്ടുള്ള ഒരു സിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് കണ്ടോ,
ഇതിൻ്റെ ടോപ്പിൽ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ ദേ ഇതുപോലെയാണ് കേട്ടോ. ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ അകത്തേട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തേക്കും. അപ്പോൾ ലൈനിങ് ആണെങ്കിലും ഇതിങ്ങനെ സോറി ഈ സിപ്പാണെങ്കിൽ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ വേറെ സ്റ്റിച്ചിങ് ഇല്ല. ബാക്കിൽ വന്നിട്ട് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടക്ക് ചെയ്ത പോലെ 2 സ്റ്റിച്ചിങ് അപ്പുറം ഇപ്പുറം 2 സ്റ്റിച്ചിങ് മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് കറക്റ്റ് സൈസ് നിങ്ങൾ നോക്കി വാങ്ങണം. ഞാൻ 30 വാങ്ങിയിട്ട് എനിക്ക് കറക്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു 26 തൊട്ട് 34 വരെ സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാ സൈസുകാർക്കും തന്നെ കിട്ടും. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. എൻ്റെ ഹൈറ്റ് വന്നിട്ട് 154 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഹൈറ്റ് ഉള്ള ഒരാളല്ല. അപ്പോൾ നിങ്ങൾ നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഇട്ട വീഡിയോ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ ഹൈറ്റ് വെച്ചിട്ട് അതായത് 154 സെൻറ്റിമീറ്റർ ഉള്ള ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ഹൈറ്റ് എന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ. നല്ല ലൈനിങ് ഒന്നും വരുന്നില്ല, ഒത്തിരി സീത്രൂ അല്ല. എങ്കിലും നമ്മൾ അടിയിൽ ബോട്ടോ ടൈസോ അങ്ങനെ എന്തെങ്കിലും ഇടണം എന്തായാലും. അത്ര നൈസായിട്ടുള്ള ഒരു സ്കേർട്ടാണ്, നല്ല സ്റ്റൈലിഷാണ്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഇടാം. ഇതിൻ്റെ കൂടെ ഒരു ഷർട്ടൊക്കെ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രസമുള്ള ടോപ്പൊക്കെ ഇട്ട് നല്ലൊരു ബോട്ടം വെയർ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഹീൽസാണ് കൂടുതലും നല്ലത്. ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ പെയർ ചെയ്താൽ മതി കേട്ടോ. നല്ല അഫോർഡബിൾ റേഞ്ചിലാണ്. എല്ലാം 500 രൂപ താഴേക്കൊക്കെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷോപ്സിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കൊടുക്കുന്ന റേറ്റിനുള്ളത് അവർ നമുക്ക് തരുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.